PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത LGS നിലവാരത്തിലുള്ള 150 മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം 2 ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും. കൂടാതെ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സജഷൻസ് ഒക്കെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഓപ്ഷൻ എ ആണ്. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കു മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കു വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് അക്ഷാംശ സ്ഥാനം. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏത്? ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാ? ഓപ്ഷൻ ഡി ആണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമി. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സുന്ദരവന ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടുകളും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. അടുത്ത ചോദ്യം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളാണ് ഏതൊക്കെ? 1ഉം 2ഉം, അതായത് പമ്പ അതുപോലെ തന്നെ കക്കി എന്നിവയാണ് കേട്ടോ. പമ്പ, കക്കി എന്നിവ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, താലൂക്ക്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാ? ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയാണ് കേട്ടോ. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റുകൾ ആരൊക്കെയാണ്? PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ എന്നിവരാണ് കേരള അത്ലറ്റുകൾ. PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. പെരിയാർ. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്ന് പറയുന്നത് നീണ്ടകരയാണ്. നീണ്ടകര. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ബംഗാൾ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ് ആണ്. പണ്ഡിത രമാഭായ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? വട്ടമേശ സമ്മേളനം നടക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, 1930, 31, 32 എന്നീ വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനം 30, 1931 2, 1932 മൂന്നാം വട്ടമേശ സമ്മേളനം.
റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ബാക്കി സമത്വ സമാജം, അതുപോലെ ക്ഷേത്രപ്രവേശനത്തിനെതിരെ ശബ്ദമുയർത്തി, മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അപ്പം മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയതും വൈകുണ്ഠസ്വാമിയാണ്. സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന വൈകുണ്ഠസ്വാമിയാണ് സ്ഥാപിച്ചത്. വില്ലുവണ്ടി സമരം മാത്രം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാവുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഈ ക്ഷേമ രാഷ്ട്രം എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങൾ. എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടം മുതൽ എവിടം വരെ ആയിരുന്നു? പട്ടിണി ജാഥ എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയാണ് പട്ടിണി ജാഥ. എവിടം മുതൽ എവിടം വരെ ആയിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. അതുപോലെ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അയ്യപ്പൻ എന്നതാണ് യഥാർത്ഥ നാമം. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്? മൺപാത്ര നിർമ്മാണം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് ദ്വിതീയ മേഖല. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്? പുത്തൻ സാമ്പത്തിക നയങ്ങൾ, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് നവ ഉദാരവൽക്കരണം. അടുത്തത്, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്? യെസ്, ഉത്തരം ഓപ്ഷൻ ബി ആണ്, മെഡിസെപ്പ് ആണ് കേട്ടോ, മെഡിസെപ്പ്. അടുത്ത ചോദ്യം, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്? ബാലസാഹിത്യ മാസികയുടെ പേരെന്താണ്? തളിര് എന്നതാണ് കേട്ടോ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയാണ് തളിര്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ് അല്ലെ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് നിശാന്തത. സങ്കരയിനം തക്കാളി ഏത്? സങ്കരയിനം തക്കാളി ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, മുക്തിയാണ് അല്ലെ. സങ്കരയിനം തക്കാളി മുക്തിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല എന്ന് പറയുന്നത്. തെന്മല. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. ഈ പ്രശസ്തമായ തത്വം ആരുടേതാണ്? ആർക്കിമിഡീസിന്റെ ആണ് അല്ലെ. ആർക്കിമിഡീസിന്റെ തത്വമാണ് ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് എന്നത്. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT വാക്സിൻ നൽകുന്നത് ഏത് അസുഖത്തെ പ്രതിരോധിക്കാനാണ്? ഓപ്ഷൻ ബി ആണ്, വില്ലൻ ചുമയെ പ്രതിരോധിക്കാൻ. വില്ലൻ ചുമ. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏതാണ്? സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഈഡിസ് ആണ്. ഈഡിസ്. സംയോജിത ശിശു വികസന സേവന പദ്ധതി
ആരംഭിച്ച വർഷം ICDS കേട്ടോ, ICDS ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 1975. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇടനാടാണ് കേട്ടോ. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള കേരളത്തിലെ പ്രദേശമാണ് ഇടനാട്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം അറിയപ്പെടുന്ന പേര്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം അറിയപ്പെടുന്ന പേരാണ് ഉപദ്വീപ്. ഉപദ്വീപ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ഇരവികുളം. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? മാർത്താണ്ഡവർമ്മ പാലം ഏത് നദിക്ക് കുറുകെയാണ്? പെരിയാർ നദിക്ക് കുറുകെയാണ് മാർത്താണ്ഡവർമ്മ പാലം. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഓപ്ഷൻ എ, ആലപ്പുഴ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. കൽക്കരിപ്പാടം ഏതാണ്? ഝാറിയ. ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഹരിതമിത്ര പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറി കർഷകൻ. പച്ചക്കറി കർഷകൻ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ഓപ്ഷൻ എ, ജോഗ് ഫോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ജോഗ് ഫോൾസ്. കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏത്? കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൂന്നാർ ആണ്. മൂന്നാർ. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏത്? ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ആണ് ഓപ്ഷൻ സി, കോവാക്സിൻ. കോവാക്സിൻ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ എന്ന് പറയുന്നത് കേട്ടോ. പോത്തുകൽ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രകൃതി വിഭാഗം ഏത്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഷോളയാർ അണക്കെട്ട് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട്ട് തടാകം. പൂക്കോട്ട് തടാകം. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട്. ദണ്ഡി കടൽപ്പുറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആര്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പനാണ്. കെ കേളപ്പൻ. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത് പോലീസ് ആണ് കേട്ടോ. പോലീസ്. രവികുമാർ ദാഹിയ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രവികുമാർ ദാഹിയ സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത്. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടതാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ. ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം. ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭമാണ് സിവിൽ ആജ്ഞാ ലംഘനം. കോട്ടയത്തെ രാജാവായിരുന്നു ആര്? പഴശ്ശി രാജാവ് അല്ലെ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പറയുക. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശമാണ് മലബാർ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പങ്കെടുത്തവരിൽ പ്രധാനിയാണ്
E.V. രാമസ്വാമി നായ്ക്കർ. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? സ്വാമിത്തോപ്പ് ആരുടെയാണ്? അയ്യ വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലമാണ്. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, 4A. 4Aയിൽ 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, രാമകൃഷ്ണ മിഷൻ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. അടുത്തത് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത്. അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് CP രാമസ്വാമി അയ്യറാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ഓപ്ഷൻ ഡി, ആര്യ പള്ളമാണ്. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഡെപ്യൂട്ടി സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് സ്പീക്കർക്കും, സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കുമായിരിക്കും. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ്. ലോക ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. ലോക ബാങ്കിന്റെ മറ്റൊരു പേര് IBRD. താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളത് കേട്ടോ. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാബായ് നവറോജി ആയിരുന്നു. ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2ഉം ശരിയാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രധാനമന്ത്രിയായിരിക്കും ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് വെള്ളനാടാണ്. വെള്ളനാട്. ശരിയായ ജോഡി ഏതാണ്? തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്നതാണ് ശരിയായിട്ടുള്ളത്. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ്? ഹിപ്പോപ്പൊട്ടാമസിന്റെ ചുമലിൽ കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്ത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രവമാണ്. ശ്രവം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ മാപ്പിളപ്പാട്ടുകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നതിൽ തെറ്റായത് ഡേവിഡ് കപ്പ് ബാഡ്മിന്റൺ എന്നുള്ളതാണ് തെറ്റായത്. ബാക്കിയെല്ലാം ശരിയാണ്. നെഹ്റു ഗോൾഡ് കപ്പ് ഫുട്ബോൾ, വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ആഗാഖാൻ കപ്പ് ഹോക്കി എന്നിവ ശരിയാണ്. ഈയിടെ അന്തരിച്ച അകിത മിയാവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അകിത മിയാവാക്കി ഏത് മേഖലയാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മെയ് 2021 കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടൗട്ടെ ആണ് കേട്ടോ. ടൗട്ടെ. OTTയുടെ പൂർണ്ണരൂപം. OTTയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ എന്താണ്? OTTയുടെ പൂർണ്ണരൂപം ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓവർ ദി ടോപ്പ് കേട്ടോ. OTTയുടെ പൂർണ്ണരൂപം എന്താണ്? ഓവർ ദി ടോപ്പ്. കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിയുന്നത്? കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്രയാ? 49 വർഷങ്ങൾക്ക് ശേഷമാണ്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം.
ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാവുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ്? ജീവകം എ ആണ്. അടുത്ത ചോദ്യം, സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് ഏത്? സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് പവിത്രയാണ്, പവിത്ര. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് ആന. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഓപ്ഷൻ ബി ഗ്ലൂക്കോസ്. കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏതാണ്? തന്നിരിക്കുന്നതിൽ കോവിഡ് വാക്സിൻ ഏതാണ്? ജോൺസൺ ആൻഡ് ജോൺസൺ. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോയാണ് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം ഏത്? കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം സി ആണ് അല്ലെ. സി എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കുന്നതാണ്, വാട്ടർ സൊല്യൂബിൾ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ബാക്കി കെയും ഡിയും എയും എല്ലാം എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അടുത്തത്, വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം ഏതാണ്? ഓപ്ഷൻ ബി ഇൻഫ്ലുവൻസ. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗമാണ് ഇൻഫ്ലുവൻസ. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ സി പൂനെയിലാണ് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഓപ്ഷൻ എ ആണ്. അർബുദം, പ്രമേഹം, പക്ഷാഘാതം എന്നിവയാണ് ജീവിതശൈലി രോഗത്തിൽ വരുന്നത്. അടുത്തത്, കേരള സർക്കാരിന്റെ അവയവദാന പരിപാടിയാണ് മൃതസഞ്ജീവനി. അടുത്തത്, വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കേരളമാണ് കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. കേരളത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീര സമതലം എന്നാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏതാ? ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്നത് ഉത്തരായന രേഖ. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതുവാണ് തോറിയം എന്ന് പറയുന്നത്. തോറിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ സി തുമ്പയിലാണ്, തുമ്പ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതിയത് ആര്? തരിസാപ്പള്ളി ലിഖിതം അയ്യനടികൾ തിരുവടികളാണ് എഴുതുന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ്? ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതി ഭായ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ട്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാ? തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഓപ്ഷൻ സി വി.ടി. ഭട്ടതിരിപ്പാട്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നത് 1891. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവമാണ് പ്ലേഗ് ബോണസ് കേട്ടോ. പ്ലേഗ് ബോണസ് ആണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമാവുന്നത്. വോട്ടെടുപ്പിൽ ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണം? വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കേണ്ടത്? 48 മണിക്കൂർ മുൻപ്. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. ഏതിനാണ്? വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ ആണ് 140.
സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ. സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആണ് CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം. മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെട്ടിരുന്നത് ചാന്നാർ ലഹള. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? പഴശ്ശിരാജയെ സഹായിച്ചത് തലയ്ക്കൽ ചന്തു. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരം നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? ഓപ്ഷൻ എ 250 രൂപ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹിയാണ് ലാലാ ലജ്പത് റായ്. താഴെ പറയുന്നവർ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക? ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കാൻ കഴിയുന്നത് രാഷ്ട്രപതി. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏത്? തന്നിരിക്കുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് സെൻസസ് ആണ്. അതുപോലെ നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ജാവലിൻ ത്രോ. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത്? കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത് റൗലറ്റ് ആക്ട്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ചൗരി ചൗരാ സംഭവം. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാ? ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്? ഓപ്ഷൻ ഡി ആണ്, വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുന്നത്. ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, ഭാഷകൾ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഓപ്ഷൻ സി ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏത്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 150 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതും LGS നിലവാരത്തിലെ വലിയ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്